നെഗറ്റീവ് റോൾസും പോസിറ്റീവ് റോൾസും ഇപ്പോൾ രണ്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നെഗറ്റീവ് റോൾസിന് എന്തെങ്കിലും പ്രിപ്പറേഷൻസ് അങ്ങനെ കൂടുതലായിട്ട് ചെയ്യുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നത്, അത് പറഞ്ഞാൽ ചിലപ്പോൾ അഹങ്കാരമായി പോകും, എല്ലാ ക്യാരക്ടേഴ്സും നമ്മളിൽ തന്നെ ഉണ്ടാവും. ഒരിക്കലും ഞാനൊരു നല്ല മനുഷ്യനാണ് അല്ലെങ്കിൽ ഞാനൊരു ചീത്ത മനുഷ്യനാണെന്നുള്ള ഒരു കാറ്റഗറിയിൽ ആരും പെടുന്നില്ല. നമ്മളെല്ലാവരും സാഹചര്യത്തിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നവരായിരിക്കും. പിന്നെ ഈ ഒരിക്കലും ഒരു നെഗറ്റീവ് പോസിറ്റീവ് ഒരു ക്യാരക്ടർ സെലക്ഷൻ ബോധപൂർവമല്ല. എൻ്റെ ഒരു സിനിമയിൽ ഞാൻ കേൾക്കുന്ന ഒരു സ്ക്രിപ്റ്റിൽ ആ ക്യാരക്ടറിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു ആക്ടർ എന്ന നിലയിൽ എനിക്ക് പെർഫോം ചെയ്യാൻ സ്പേസ് ഉണ്ടെങ്കിൽ ഞാനത് ചെയ്യും. അതൊരിക്കലും എനിക്കൊരു ഹീറോ തന്നെ ചെയ്യണം. പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും കുഴപ്പമില്ല, ഏതാണെങ്കിലും. കാര്യം ഇവന് പണി അറിയാം എന്ന് കാണുന്നവർക്ക് തോന്നുന്നത് അത്ര എനിക്കുള്ളൂ. കൊമേഡിയൻ ആയിട്ടാണെങ്കിലോ? ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചാലഞ്ചിങ് കോമഡിയാണ്. കോമഡി ചെയ്യാന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് മലയാളികൾ, നമ്മൾ ഏറ്റവും തന്നെ എനിക്ക് തോന്നുന്നു ലോകത്തിലെ ഏറ്റവും സ്പോണ്ടേനിയസ് ആയിട്ട് കോമഡി പറയുന്ന ആൾക്കാരാണ് മലയാളികൾ. ഈ മലയാളികളെ ചിരിപ്പിക്കണമെങ്കിൽ അത് ശരിക്കും ഒരു വെല്ലുവിളിയാണ്. അപ്പോൾ ഒരു ആക്ടർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം കോമഡി ചെയ്യാന്നുള്ളത്. എങ്ങനെയാ ക്യാരക്ടർ? കൊമേഡിയൻ ആണോ, കുറച്ച് റിസർവ്ഡ് ആണോ, ഫ്രണ്ട്ലി ആണോ? ജനറലി ആസിഫ് എന്ന് പറയുമ്പോൾ ആസിഫ് എങ്ങനെ ആസിഫിനെ റേറ്റ് ചെയ്യുന്നത്? റേറ്റിംഗ് എനിക്കറിയില്ല, പക്ഷേ ഞാനൊരു ഭയങ്കര മൂഡ് ഫ്ലക്ച്വേഷൻസ് ഉള്ള ഒരാളാണ്. ചെറിയ വട്ടുണ്ടെന്ന് എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് പറയാറുണ്ട്. അപ്പോൾ ഫാൻസ് ഒക്കെ എങ്ങനെയാ? ലേഡീസ് ഫീമെയിൽസ് ഒക്കെ എങ്ങനെയായിരിക്കും അപ്രോച്ച് ചെയ്യുന്നത്? ഏത് രീതി? ഫാൻസ് എന്ന് പറയാൻ അങ്ങനെ ഒരു ഭീകര ഫാൻ ഫോളോയിങ് ഒന്നും എനിക്കില്ല. എന്നാലും ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. പിന്നെ ഒരു വലിയ പ്രശ്നം എന്നെ ഫോണിൽ കിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇൻഡസ്ട്രിയിലാണെങ്കിലും എന്നെ ഇഷ്ടം കൊണ്ട് വിളിക്കുന്നവരാണെങ്കിലും എന്നെ ഫോണിൽ കിട്ടാറില്ല. ഞാൻ ഫോൺ ഉപയോഗം എടുക്കാറില്ല. ഇല്ല, ഞാൻ ഫോൺ കൊണ്ട് നടക്കാറെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലുണ്ടാവും, പക്ഷേ ഒരു കോള് ഞാൻ അറ്റൻഡ് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. അതാണ് ഞാനിപ്പോൾ കേൾക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. ഡ്രീം റോൾ ഏതാ? ഞാനിപ്പോൾ എൻ്റെ 10ാമത്തെ സിനിമ ആയിട്ടുള്ളൂ. അതിൻ്റെ അകത്ത് 10 വർഷം ഞാൻ ചോദിച്ചു. 10 വർഷവും ആക്ടിങ് തന്നെ ആയിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു ഡ്രീം റോൾ ഉണ്ടാവുമല്ലോ. അല്ല, ഞാൻ പറഞ്ഞില്ല, ഇനി വളരെ ലിമിറ്റഡ് ആയിട്ട് അല്ല, ഒരു 10 ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇനി എനിക്ക് ചെയ്യാൻ ഒരുപാട് കിടക്കുന്നുണ്ട്. അതിലൊരു ഡ്രീം ക്യാരക്ടർ എന്നൊന്നും പറയാനില്ല, എല്ലാം എനിക്ക് ചെയ്യണം.